ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ഒന്നാമത്തെ വീഡിയോ കാണാത്തവർ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ ആ വീഡിയോ പോയി കാണുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ടഫായ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. നമുക്കിനി നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ലോകത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഉത്തരം വാത്തിക്കാൻ സിറ്റി. ഏറ്റവും ചെറിയ രാജ്യമെന്നറിയപ്പെടുന്ന വാത്തിക്കാൻ സിറ്റിയിൽ തന്നെയാണ് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ളത്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വാത്തിക്കാൻ സിറ്റി. രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏതാണ്? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കോണ്ടിനെന്റ് ഏതാണ്? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഇന്ത്യയും ചൈനയും ഒക്കെ ഉൾപ്പെടുന്ന നമ്മുടെ ഏഷ്യ എന്ന കോണ്ടിനെന്റ് ആണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏഷ്യ. മൂന്നാമത്തെ ചോദ്യം, ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏതാണ്? ഏറ്റവും കുറഞ്ഞ പോപ്പുലേഷനുള്ള കോണ്ടിനെന്റ് ഏത്? അന്റാർട്ടിക്ക എന്ന് ഉത്തരം പറയരുത്. കാരണം പോപ്പുലേഷൻ്റെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ അന്റാർട്ടിക്കയെ ഉൾപ്പെടുത്താറില്ല. കാരണം അവിടെ സ്ഥിരമായൊരു മനുഷ്യവാസം ഇല്ല. അതുകൊണ്ട് തന്നെ ഉത്തരം ഓസ്ട്രേലിയയാണ്. ബാക്കിയുള്ള അന്റാർട്ടിക്ക ഒഴികെയുള്ള ബാക്കിയുള്ള 6 കോണ്ടിനെന്റിൽ ഏറ്റവും പോപ്പുലേഷൻ കുറവുള്ളത് ഓസ്ട്രേലിയയിലാണ്. നാലാമത്തെ ചോദ്യം, ഒരു ചതുരശ്ര കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണത്തിന് പറയുന്ന പേരെന്താണ്? ഉത്തരം പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ ജനസാന്ദ്രത. ഇന്നലെ നമ്മൾ ജനസാന്ദ്രതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പറഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾക്ക് അതെന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ചതുരശ്ര കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണത്തിന് പറയുന്ന പേരാണ് ജനസാന്ദ്രത അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന യൂണിറ്റ്. അടുത്ത ചോദ്യം, 2011 കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം ഉള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്ന കണക്കാണ് 2021 ജനസംഖ്യാ സെൻസസ് അനുസരിച്ച് നമ്മുടെ കേരളത്തിൻ്റെ സെക്സ് റേഷ്യോ ആയിട്ട് വരുന്നത്. ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ളത് കേരളത്തിലാണ്. ചോദ്യം നമ്പർ 6, ഇന്ത്യയിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? 2011 സെൻസസ് പ്രകാരമുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഉത്തരം ഹരിയാനയാണ്. ഇന്ത്യയിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഹരിയാന, ഏറ്റവും കൂടിയ സംസ്ഥാനം കേരളമാണെന്ന് ഓർത്തിരിക്കുക. ഏഴാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ലോക ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സംഘടന ഏതാണ്? UNOയുടെ കീഴിലുള്ള ആ ഒരു സംഘടനയുടെ പേര് UNFPA എന്നാണ്. ഇതിൻ്റെ ഫുൾ ഫോം നിർബന്ധമായും പഠിച്ചിരിക്കുക. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ലോക ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സംഘടനയാണ് UNFPA. എട്ടാമത്തെ ചോദ്യം, 2021 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ആകെ ജനസംഖ്യ എത്രയായിരുന്നു? ഉത്തരം 121 കോടി അല്ലെങ്കിൽ 1.21 ബില്യൺ എന്ന് പറയാം. ഇതായിരുന്നു 2021 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ആകെ ജനസംഖ്യ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു വർഷത്തിൽ 1000 പേർക്ക് എത്ര കുട്ടികൾ ജനിക്കുന്നു എന്ന കണക്കിന് പറയുന്ന പേരെന്താണ്? ആ ഒരു കണക്കിൻ്റെ പേരെന്താണ്? അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബർത്ത് റേറ്റ് അല്ലെങ്കിൽ ജനന നിരക്ക്. എന്താണ് ജനന നിരക്ക് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയുക, ഒരു വർഷത്തിൽ 1000 പേർക്ക് എത്ര കുട്ടികൾ ജനിക്കുന്നു എന്ന് പറയുന്ന കണക്കിനെയാണ് നമ്മൾ ജനന നിരക്ക് അല്ലെങ്കിൽ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. ചോദ്യം നമ്പർ 10, ഒരു വർഷത്തിൽ 1000 പേർക്ക് എത്ര മരണങ്ങൾ നടക്കുന്നു എന്ന കണക്കിന് പറയുന്ന പേരെന്ത്?
നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ബർത്ത് റേറ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഉത്തരം ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മരണനിരക്കാണ്. ഒരു വർഷത്തിൽ 1000 പേർക്ക് എത്ര മരണങ്ങൾ നടക്കുന്നു എന്ന കണക്കിന് പറയുന്ന പേരാണ് മരണനിരക്ക് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ്. 11ാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ജനസംഖ്യാ വളർച്ച ഒട്ടും ഇല്ലാത്ത അവസ്ഥയ്ക്ക്, അതായത് ജനന നിരക്കും മരണനിരക്കും തുല്യമാകുന്ന അവസ്ഥയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ആ പറയുന്ന പേരെന്താണ്? ഉത്തരം സീറോ പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലെങ്കിൽ 0 ജനസംഖ്യാ വളർച്ച. ഈ ഒരു അവസ്ഥ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ജനന നിരക്കും മരണനിരക്കും തുല്യമാകുന്ന ഒരു അവസ്ഥയാണിത്. അവസ്ഥയുടെ പേരാണ് സീറോ പോപ്പുലേഷൻ ഗ്രോത്ത്. 12ാമത്തെ ചോദ്യം, ഒരു പ്രദേശത്തു നിന്നും ആളുകൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായി മാറി താമസിക്കുന്ന പ്രതിഭാസത്തിനെ പറയുന്ന പേരെന്ത്? ഇംഗ്ലീഷിൽ ഇതിനെ മൈഗ്രേഷൻ എന്നാണ് പറയുന്നത്. മലയാളത്തിൽ കുടിയേറ്റം എന്നാണ് പറയുന്നത്. ഒരു പ്രദേശത്ത് നിന്നും ആളുകൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായി മാറി താമസിക്കുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണ് കുടിയേറ്റം അല്ലെങ്കിൽ മൈഗ്രേഷൻ. വീഡിയോയിലെ 13ാമത്തെ ചോദ്യം, ആഫ്രിക്ക ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഈ ചോദ്യം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആഫ്രിക്ക എന്നത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡമാണ്. ഏകദേശം 56ഓളം രാജ്യങ്ങളാണ് ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തിലുള്ളത്. അതിലേറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നൈജീരിയയാണ്. ഓർത്തിരിക്കുക, ഉത്തരം നൈജീരിയ. 14ാമത്തെ ചോദ്യം, മുസ്ലിം ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ലോകത്തിലെ രാജ്യം ഏതാണ്? ഉത്തരം ഇന്തോനേഷ്യ. മുസ്ലിം ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ലോകത്തിലെ രാജ്യം ഇന്തോനേഷ്യയാണ്. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക, ഉത്തരം ഇന്തോനേഷ്യ. ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ PDF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ PDF ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. 15ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഥവാ യൂണിയൻ ടെറിട്ടറീസിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ളത് എവിടെയാണ്? ഇന്ത്യയിൽ 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ളത് ലക്ഷദ്വീപിലാണ്. ഉത്തരം ലക്ഷദ്വീപ്. നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്. ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനത്തിന് പറയുന്ന പേരെന്താണ്? ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ്. എത്ര പേർക്ക് ഉത്തരം ഓർമ്മയുണ്ടെന്ന് നോക്കാം. ഒരു റിവിഷൻ ക്വസ്റ്റ്യൻ പോലെ കാണുക. ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഇതിൻ്റെ വിജയികളെ നമ്മൾ അടുത്ത ജനസംഖ്യാ ദിന ക്വിസിൽ പ്രഖ്യാപിക്കുന്നതാണ്. ഓക്കെ, ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം പറയുക. ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി പറയാൻ മറക്കരുത്. അപ്പോൾ ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. PDF നിങ്ങൾക്ക് അവിടെ ആയിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.